നമ്മളങ്ങനെ അടുത്ത സ്പോട്ടായ ക്രൊക്കോഡൈൽ വളർത്തു കേന്ദ്രം, അതായത് മുതല വളർത്തുന്ന കേന്ദ്രത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ മുതല വളർത്തുന്ന മാത്രമല്ല, മുതലയുടെ മുട്ട കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അത് ഇവര് സെയിൽ ചെയ്യുന്നുണ്ട്, ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. വാങ്ങണമെങ്കിൽ നമുക്ക് മേടിക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വളർത്തു കേന്ദ്രം. അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. കുറച്ച് സമയമുള്ളൂ നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ, അധിക സമയങ്ങളൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ഒക്കെ പോലെ ഓടിട്ട ബിൽഡിങ്ങും അതുപോലെ തന്നെ നിലത്ത് കട്ടൊക്കെ വിരിച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ കയറി ചെല്ലുമ്പോൾ കാണുന്നത്. അത്യാവശ്യം നല്ല വലുപ്പവും അതുപോലെ വിസ്തീർണമൊക്കെ ഉള്ള ഒരു കെട്ടിടവും സ്ഥലമൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ ഉള്ളിൽ കയറി ചെന്നപ്പോൾ മുതലയുടെ മുട്ട അങ്ങനെ മുന്നിൽ തന്നെ വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണത്. മുതല മുട്ടക്ക് 4 റിങ്കിറ്റാണ് വരുന്നത്. 4 റിങ്കിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 72 രൂപയാണ് ഇന്ത്യൻ റുപ്പി ഒരു മുട്ടക്ക് വരുന്നത്, അതായത് മുതല മുട്ടക്ക് വരുന്നത് കേട്ടോ. സാധാരണ കോഴിമുട്ട താറാമുട്ട പോലെ അല്ല, നല്ല വലിപ്പമുള്ള മുട്ടയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇവർ വിൽക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ആയിട്ട്, ഇക്കോ ഷോപ്പ് പോലെയൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള സ്നാക്സ്, ഡ്രിങ്ക്സ്, ചെറിയ ചെറിയ ക്ലോത്ത്, ഡ്രസ്സ്, ടീഷർട്ട്, ക്യാപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങിട്ടോ അടുത്ത സ്പോട്ട് തേടിയിട്ട് നമ്മൾ വീണ്ടും പോവാണ്. അടുത്തത് ഒരു അക്വേറിയം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഫിഷും മറ്റുള്ള നമ്മൾ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് മീനുകളും മറ്റൊക്കെ ഉള്ള ഒരു ഫിഷാണ്. അത് അടുത്ത വീട്ടിൽ നമുക്ക് കാണും കേട്ടോ. എന്തായാലും ഇനി നമ്മൾ പോകാൻ പോണത് ലങ്കാവിയിലെ കുറച്ചുകൂടി ഉൾഭാഗത്ത് കൂടിയാണ്. അതായത് ലങ്കാവി കുറച്ചുകൂടി ചുറ്റിക്കറങ്ങാൻ പോവുകയാണ് നമ്മൾ കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് തായ്ലൻഡ് അതിർത്തി കൂടി കാണാൻ പറ്റും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രദ്ധിക്കുക. നമ്മളങ്ങനെ ലങ്കാവിയിലൂടെ കാടുകളിലൂടെ ഉള്ളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് മരങ്ങളും അതേപോലെ തന്നെ കാടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ് ഇവിടുത്തെ ഭംഗി. ഞാൻ പറഞ്ഞ പോലെ തന്നെ തായ്ലൻഡ് അതിർത്തി കാണാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ. ആ കടൽ കണ്ടില്ല നിങ്ങൾ? ആ കടലിൻ്റെ അപ്പുറത്തായിട്ടാണ് തായ്ലൻഡ് ബോർഡർ വരുന്നത്. അതായത് ബോർഡർ അടങ്ങുന്ന ആ സ്ഥലം വരുന്ന ആ ഒരു പ്രദേശം ഉള്ളത് ആ സ്ഥലത്താണ് കേട്ടോ. ആ കടലിൻ്റെ അപ്പുറത്തായിട്ടാണ് തായ്ലൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ ഇതൊക്കെ അടുത്തടുത്തായിട്ടുള്ള രാജ്യങ്ങളാണ് ഏഷ്യയിൽ കേട്ടോ. ഇവിടുത്തെ ബോട്ട്, അതായത് ഫെറിയിൽ നമുക്ക് തായ്ലൻഡിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. അതായത് തായ്ലൻഡിലേക്ക് ഉള്ള ബോട്ടും സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് മലേഷ്യയിൽ നിന്ന് ഉണ്ട്. അതായത് കൗലക്കേടയിൽ നിന്നുണ്ട് ലങ്കാവിയിലെ. എല്ലാതും ഈ പറഞ്ഞ പോലെ ഐലൻഡിന്റെ സൈഡിലാണല്ലോ. ഒക്കെ തായ്ലൻഡിൽ ഒരുപാട് ഐലൻഡ് ഉണ്ട്, മലേഷ്യയിൽ ഐലൻഡ് ഉണ്ട്, അതേപോലെ ഇന്തോനേഷ്യയിൽ ഐലൻഡ് ഉണ്ട്. ഇവിടെ ഒക്കെ ഐലൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഐലൻഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പ്രദേശങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പോകാൻ പറ്റും. നമ്മളങ്ങനെ ലങ്കാവിലൂടെ കൂടുതലായിട്ട് ചുറ്റിക്കറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകൾ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റോഡ് സൈഡുകളിലായിട്ട് ചെറിയ ചെറിയ സ്റ്റാളുകൾ, ഫുഡ് സ്പോട്ടുകൾ, ഫുഡ് കോർട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഒക്കെ ഈ പറഞ്ഞ പോലെ ഐലൻഡിൻ്റെ മുൻഭാഗത്തായിട്ടാണ്. ഐലൻഡിൻ്റെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭംഗി കേട്ടോ. ആ നീല കടലും അതേപോലെ തന്നെ ആ മലകൾ, ആ ഐലൻഡിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ അല്ലേ. മലേഷ്യയിൽ വന്നാൽ എന്തായാലും ലങ്കാവി വിസിറ്റ് ചെയ്യാതെ പോകരുത്. കാരണം അത്രത്തോളം ഇവിടെ കാണാൻ കേട്ടോ. പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൽ കൂടെ കറങ്ങുമ്പോൾ തന്നെ ആ ഐലൻഡ് ഭംഗി തന്നെ കേട്ടോ മെയിനായിട്ട് കാണാനുള്ളത്. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ബോട്ട് സവാരി ഉണ്ട്. പിന്നെ ഐലൻഡിൽ ഒരുപാടുണ്ട്, നമുക്കധികം സമയം കിട്ടാത്തതുകൊണ്ടാണ് പോകാൻ പറ്റാതിരുന്നത്. എന്തായാലും ലങ്കാവിയിൽ നമ്മൾ ഒരുപാട് കുറേ പറ്റണ പോലെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ പ്രദേശങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ ഗ്രാമങ്ങൾ പോലെ ഈ പറഞ്ഞ പോലെ വലിയ സിറ്റിയോ ടൗണോ ബിൽഡിങ്ങുകളോ ഒന്നും അല്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ നല്ല രസമായിട്ടാണ് ഇപ്പോൾ ആ വീടുകളായാലും ആ ഹോട്ടലുണ്ടാവും, ലോഡ്ജ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നല്ലൊരു ഭംഗിയായിട്ടാണ് ഒരു ഐലൻഡിൻ്റെ അടുത്തായിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ലെവലിലാണ് കേട്ടോ ഇവർ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ കേട്ടിട്ടുണ്ട് മലേഷ്യൻ നിർമ്മിതികളായിട്ടുള്ള റോഡുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അതായത് മലേഷ്യക്കാരാണ് നമ്മുടെ നാട്ടിൽ റോഡ് നിർമ്മിക്കുന്നത്. അവരുടെ ആ ലെവലിൽ റബ്ബറൈസ്ഡ് റോഡുകളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രത്തോളം മനസ്സിലാക്കുക. അപ്പോൾ ഇവരെ നാട്ടിൽ തന്നെ ആദ്യം അടിപൊളി റോഡാക്കണമല്ലോ. അപ്പോൾ റോഡൊക്കെ ഇവിടെ നീറ്റായിട്ടാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇവിടെ വണ്ടികളാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല ഇവിടുത്തെ മേഡിൻ വണ്ടികളാണ് പ്രധാനമായിട്ടും കാണുന്നത്. കാറായാലും നമ്മുടെ നാട്ടിൽ കാണുന്ന കാറുകളല്ല കേട്ടോ, ഇവിടുത്തെ നിർമ്മിതികളായിട്ടുള്ള കാറുകളുണ്ട്. അതുപോലെ തന്നെ സ്കൂട്ടറുകൾ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ചുറ്റും. ഇത് ലങ്കാവിത്തെ ഒരു ടൗൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ലങ്കാവിത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ പോലെ അക്വേറിയം ഉള്ളത്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും കാണും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ലങ്കാവിയിൽ കുറച്ചുകൂടി ചുറ്റിക്കറങ്ങിയിട്ട് അവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവറായിട്ടുള്ള ഗൈഡ് മൂപ്പര് പറഞ്ഞു തന്നിട്ട് ആ സ്ഥലങ്ങൾക്ക് മൂപ്പര് നമ്മളെ കൊണ്ടുപോവുകയാണ്.
ഇവിടെ ഇങ്ങനെ കറങ്ങാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. കാരണം കാറിൽ ഇരുന്നാൽ മതിയല്ലോ, പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനൊന്നും ഇല്ല, ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സമയം എത്രത്തോളം ഉണ്ട് ആ ലെവലിലാണ് നമ്മൾ ഓരോ സ്പോട്ടുകളും കാണുന്നത്. കുറച്ച് സമയം ആ സ്പോട്ടിൽ, അടുത്ത സ്ഥലത്ത് കുറച്ച് സമയം, അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോണത്. ഗായ്സ്, അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്താൽ അടുത്ത നമ്മളെ വീഡിയോകളൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ വീണ്ടും വരും. ഓക്കെ, അപ്പോൾ അടുത്ത യാത്രയുമായിട്ട് വീണ്ടും കാണാം.